നിങ്ങൾ അങ്ങനത്തെ കാര്യം സംസാരിക്കരുത്, മനസ്സിലായില്ലേ മാഡം? ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ അവനെ കാണുക, അവന്റെ ആൾക്കാരെ കാണുക, അവന്റെ വീട്ടിൽ പോകും. ഇവൻ ബൈക്ക് എടുത്ത് ഒരുത്തനെ കുടിച്ച് മൂക്ക് പിഴണവരെ കുടിച്ച് അവരെ വീട്ടിൽ ചെന്നിട്ട് എന്റെ വളർത്തുമോനാന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കള്ളം പറഞ്ഞ് കുടിക്കുമെന്നും വലിക്കുമെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? അത് വീട്ടിൽ വിളിക്കുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം ഫോൺ എടുക്കാറില്ല. നമ്മളെ സമയം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടുത്തെ 11 മണി 11:30 മണിയാണ് നമ്മുടെ ടൈം. അപ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കാറില്ല, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവൻ അവിടെ ഉണ്ട് എൻ്റെ വീട്ടിൽ. ഈ മനു എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലുണ്ട്. അവൻ ജീവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അയക്കുന്ന പൈസയിലാണ് അവൻ അവിടെ അത്രയും നോക്കിയതും ചിലവും മൊത്തം. എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ മൊത്തം പോകുന്നത്. 5 ലക്ഷം രൂപയോളം എൻ്റെ മിസ്സായി. അവൾ തന്നെ ബാങ്ക് ഡീറ്റെയിൽ നോക്കി ഇത്രയും രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ അവൾക്ക് തന്നെ ഡൗട്ടായിരുന്നു. അവളെടുത്ത് ഇവളറിയാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ട്. പൈസ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ ഇട്ട ആ നിമിഷം. അത് കഴിഞ്ഞ മാസമാണ് കുട്ടി അറിഞ്ഞത്. ഇയാൾക്ക് പിൻ നമ്പർ അറിയാം. ഇയാളുടെ കാർഡ് കൊടുത്ത് അയക്കുമ്പോൾ പിൻ നമ്പർ അയാൾക്കും അറിയാം. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി ഇയാള് എടുക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വിചാരിച്ചോണ്ടെന്ന് ഞാൻ വഴക്കുണ്ടാക്കിയതല്ല. അതിനാണ് ഞാൻ പ്രസവത്തിന് പോണതിന്റെ തലേ ദിവസം വീട്ടിലപ്പോ എനിക്ക് ഇടാനുള്ള ഡ്രസ്സൊന്നുമില്ല. അപ്പൊ ഡ്രസ്സല്ല ഇവിടെ ആയിപ്പോയി. അപ്പയമ്മ താമസിക്കുന്ന വീട്ടിൽ. അപ്പൊ ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് വരെയാണ്. ഞാനും എന്റെ മൂത്ത ആന്റിന്റെ മോനും ഇളയ ആന്റിന്റെ മോനുമായിട്ടാണ് പറഞ്ഞത്. ഇളയ ആന്റിന്റെ മോൻ കൊച്ചാണെന്ന് ഞങ്ങൾ പറഞ്ഞു. വീട്ടിൽ വന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോ ആദ്യം സമ്മതിച്ചില്ല. ആദ്യം എടുക്കാൻ സമ്മതിച്ചില്ല. ഉണ്ടായിരുന്നു. പപ്പ കള്ളം പറയല്ലേ, പപ്പ പറഞ്ഞാൽ മതി. അവര് പറയണ എത്രയും കള്ളതാണ്. പപ്പ സംസാരിച്ചാൽ മതി. മൂത്ത ആന്റിന്റെ അവൻ +2 കണ്ട് പഠിക്കുന്നു. അവനെ കൂട്ടി എന്നെ സംസാരിച്ചപ്പോ അവൻ ഇതുപോലെ വന്ന് പപ്പയുടെ ചോദിച്ചു, അങ്കിൾ എന്തിനാ ഞങ്ങൾ ആണായിട്ട് ജീവിക്കുന്നത്, അവരെ നിലയ്ക്ക് നിർത്തിക്കൂടെയെന്ന്. ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുണി കൊണ്ട് ഞാൻ കവറിനകത്താക്കി തുണി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അകത്ത് പോലും എടുത്തില്ല. ഫ്രണ്ടിലൊരു വരാന്ത പോലെയാണ്. അവിടെ തന്നെ വെച്ച് അവിടെ തന്നെ അകത്തെടുത്തില്ല. വീട്ടിലെത്തിയതിനു മുമ്പ് കോള് വന്ന് വീട്ടിൽ നിന്ന് കുറെ കൊച്ചുങ്ങൾക്ക് വെച്ചിരുന്ന ടീഷർട്ട് ഷർട്ടിന്റെ തുണി എന്തോ ഞാൻ എടുത്തോണ്ട് പോയി എന്നും പറഞ്ഞു. അപ്പൊ മൂത്ത ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു, മക്കളെ നീ കൊണ്ടുവന്ന് തുണിയൊന്നും അകത്തോട്ട് എടുക്കല്ലേ, അവിടെ നിന്ന് എന്തോ കാണാനില്ല എന്നും പറഞ്ഞ് ഞാൻ അണ്ണൻ വിളിച്ചിരുന്നു. തുണി കാണാനില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നീ എടുക്കണ്ട, അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് വെച്ചില്ല. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് തൊട്ടടുത്ത ആന്റിയുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഇന്നും പറയും, അമ്മ പിറ്റേ ദിവസം വീട്ടിൽ വരെയാണ് ഞാൻ ഷർട്ടിന്റെ തുണി ഞാൻ എടുത്തില്ല, എനിക്ക് എന്താ ആവശ്യമില്ല, ഞാൻ എടുത്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല സാധനം. പിറ്റേ ദിവസം വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് വേണ്ടുന്ന അത്രയും വഴിയിൽ എവിടെ നിന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ആശുപത്രി പോകണം. എൻ്റെ പറഞ്ഞു തള്ളയും കൊച്ചിനെയും കൂടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ ഞാൻ കാണാൻ വരാം. അപ്പോഴപ്പുറത്തെ വീട്ടിലെ രമാൻഡ് നമ്മളെ വീടിന്റെ അപ്പുറത്ത് വിളയാ, അവിടെ പുല്ല് പറിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആന്റി പറഞ്ഞു, മക്കളെ ഇത് അമ്മ, എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം, മക്കളെ ഇത് അമ്മ തന്നെ, അവരെന്തിനിങ്ങനെയൊക്കെ പറയണത്, നീ നാളെ പ്രസവത്തിന് പോകാൻ നിൽക്കില്ലേ, നിന്റെ അടുത്താണ് ഒരു അമ്മയാണോ വന്ന് ഇത് പറഞ്ഞിട്ട് പോണത്. അന്ന് പണങ്ങി ഞാൻ ആന്റിയുടെ അടുത്ത് മൂത്ത ആന്റിയുടെ അടുത്ത് പറഞ്ഞു, മേൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോയവർ എൻ്റെ കൊച്ചിനെ കാണാൻ വരണ്ട. ഇത്രയും നാൾ ആഗ്രഹിച്ചപ്പോൾ ഒന്നും തന്നില്ല, ഇനി ഇത്രയും പറഞ്ഞിട്ട് പോയതുകൊണ്ട് എൻ്റെ കൊച്ചിനെ കാണാൻ വരണ്ട, അത് ആന്റി പറഞ്ഞു വിലക്കിയിരിക്കണം എന്ന് ഞാൻ മൂത്ത ആന്റിയുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മൂത്ത ആന്റിയുടെ അടുത്ത് പറഞ്ഞെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിലല്ലായിരുന്നു എൻ്റെ കൊച്ച്. എൻ്റെ ഇളയ ആന്റിയുടെ അടുത്ത് കൂടുതൽ ഇളയ ആന്റിയുടെ കൂട്ടത്തായിരുന്നു. മൂത്ത ആന്റിയുടെ മോള് വന്ന് എടുത്തിട്ട് പോകും. അവളാണ് നോക്കിയത് മൊത്തം, അവളെടുത്തിട്ട് പോകും. അപ്പോഴൊക്കെ ഒന്നും എൻ്റെ കൊച്ചിനെ കാണണമെന്നുള്ളവരാണെങ്കിൽ കാണാമായിരുന്നു. അപ്പൊ ഇവര് പറയണല്ലോ എന്തെങ്കിലും സത്യം ഉണ്ടോന്ന് കേട്ടാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോ സംസാരിച്ച് കേട്ടതിൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മിക്കവാറും കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെ അറിയാനുള്ള കാര്യമാണ് മാഡം. അല്ലാതെ ഈ വെറുതെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കുറെ കൂട്ടി പറയുക, കുറച്ച് കയറ്റി പറയുക, അതൊന്നുമില്ല. അത് അവള് ചെയ്ത കാര്യത്തോട് അങ്ങനെ നമുക്കിപ്പോ പഴയ കാര്യങ്ങൾ നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യവുമില്ല. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അരുണിനെ അങ്ങേയറ്റം ആ കുട്ടി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തോ ഒരു എന്താ പറയുക, ഒരു ശാപം പോലെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം, അതും അത് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഈ കാര്യം അറിഞ്ഞ് ഞാൻ അടൂരിലോട്ട് ഫോൺ ചെയ്തു. ഒരു 9:30-10 മണിയാവും. അടൂരിലോട്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ അമ്മ പറഞ്ഞെന്നറിയുമോ, ഒരു സ്ത്രീ 7 പുരുഷനോടൊപ്പം പോയാലും കെട്ടിയ പുരുഷൻ അവളെ നോക്കി പിള്ളേരെ നോക്കി കഴിയണം. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അത് സ്വന്തമായിട്ട് ഒരു മകളെ കാര്യമാണ് അവർ പറഞ്ഞത്, അതൊരു സ്വന്തം തള്ളയാണത്. മേഡം ഞങ്ങൾക്ക് പറയാൻ സമയം തരണേ. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അരുൺ അവരുടെ ഒന്നും താല്പര്യത്തിലല്ല ഞാൻ നോക്കിയെന്ന് വെച്ചാൽ അവരാരും ഇതിലോ എന്റെ ഇതുവരെ കേട്ട കഥയില് നിങ്ങൾ തങ്ങൾ സ്നേഹിച്ചു,
നിങ്ങൾ തങ്ങളിൽ വിവാഹം ചെയ്തു, അവരുടെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ജീവിച്ചു. മേഡം എന്റെ കുടുംബത്തിനകത്ത് നമ്മളെ ജീവിതത്തിനകത്ത് ഞാൻ വേറെ ആരെയും കൈകടത്തി സമ്മതിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ചെലവിലോ മറ്റുള്ള ഒരാളെ ചെലവിലോ അല്ല എന്റെ കുടുംബം പോണത്. എന്നുവെച്ചാൽ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെടുത്തുന്ന പൈസയിലാണ് എന്റെ കുടുംബവും പിള്ളേരും ഇവളും കഴിഞ്ഞ മാസം വരെ. അതിപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയ്ക്ക് വീട്ടുകാർ അംഗീകരിച്ച ഒരാൾ വന്ന് സഹായിക്കുന്നു, ഭർത്താവ് പൈസ അയക്കുന്നില്ല എന്നൊക്കെ ഈ കുട്ടിക്ക് അറിവില്ലാതെ ചെയ്തു പോയ ചില കാര്യങ്ങളാണ്. സഹായിക്കുന്നില്ല മേഡം, അവനും കൂടെ ഇതിൽ വേണമായിരുന്നു. അവനും കൂടെ ഉണ്ടെങ്കിൽ ഇതിൽ കാര്യം കറക്റ്റ് അറിയാൻ പറ്റും. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവരോട് പറഞ്ഞത് നമ്മൾ ഫോണിൽ കൂടെ അവരെന്തുകൊണ്ട് അവർക്കെതിരെ അവനെതിരെ കേസ് കൊടുത്തില്ല? അവർ കേസ് കൊടുത്ത് എനിക്കെതിരെ കൊടുത്തത്. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായില്ല. അരുൺ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ അതിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രം, ആരെയും കൈകടത്താതിരിക്കുന്നതാണ്. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ വെച്ച് വേറൊരാളിനോട് താല്പര്യമുള്ള ഒരു പെണ്ണ് സംസാരിക്കുന്ന രീതിയിലേ അല്ല ഇവിടെ വന്ന് ഈ കുട്ടി സംസാരിക്കുന്നു. അരുണിനെ കുറിച്ച് ഒരു ചെറിയൊരു വാക്ക് ഇവർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ആ കുട്ടി അപ്പൊ അത് വഴക്കുണ്ടാക്കും. അത് അങ്ങനെ അല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ആ കാര്യത്തിൽ വേണമെങ്കിൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കാം എന്നുള്ളൊരു രീതിയിലേ അല്ല. തനിക്ക് പറ്റിപ്പോയ ഒരബദ്ധം, ആ അബദ്ധത്തെക്കുറിച്ചും പറഞ്ഞു ഇങ്ങനൊരു സന്ദർഭത്തിലാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ മനസ്സിൽ അങ്ങേയറ്റം എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്നത് പറയുമ്പോൾ പോലും കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നുള്ളതിലുപരി നിങ്ങൾ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും ഒക്കെ അതിന്റെ മനസ്സിലുണ്ട്. ഒരുമിച്ച് പോയാലും ഇത് വലിയൊരു പ്രശ്നത്തിലേ പോകുള്ളൂ. എന്തുകൊണ്ട് ഇനി ഒരുമിച്ച് പോവില്ല മേഡം? കാരണം ഇത് നമ്മളെ കുടുംബ ജീവിതത്തിൽ ഒരു കരടായിരിക്കും എന്നും. അത് ഇനി ഒരിക്കലും ഇല്ല മേഡം. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം അത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് നമ്മളെ ജീവിതത്തിൽ ഒരു കരട് തന്നെയാണ്. അത് കരട് അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതം ഒരുമിച്ച് പോയാലും അത് അങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ വരുന്ന ഒരു മാസത്തിന് മുമ്പ് വരെ ഒരു പുരുഷനോടൊപ്പം ജീവിച്ചവളെ ഞാൻ അംഗീകരിച്ച് ഞാൻ എന്റെ കുടുംബത്തിലോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരെ നിന്ന് ലക്ഷങ്ങളും കോടികളും ഞാൻ സ്ത്രീധനം വാങ്ങിച്ചാണ് അവളെ കൊണ്ടുപോയതെങ്കിൽ അവർക്ക് തുറന്നു പറയാം, നീ കൊണ്ടുപോടാന്ന് പറയാം. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ രണ്ട് പെൺകുട്ടികൾ വളർന്നവരെയാണ്. അവരുടെ ജീവിതം, അവരുടെ വിദ്യാഭ്യാസം അതന്നെ എനിക്ക് നോക്കിയേ പറ്റൂ. ഇവള് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാവും. എനിക്കൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അമ്മയല്ലേ അരുൺ? മേഡം, ഇത്രയും വർഷം ഞാൻ നോക്കിയ എൻ്റെ മക്കളെ അമ്മ, എൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നോക്കിയത്. അത് അവള് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവര് മനസ്സിലാക്കിയില്ല? അച്ഛനും അമ്മയും അതാണല്ലോ, അവരെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? അവർക്ക് മനസ്സിലാവൂല. അവര് നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മനസ്സിലാക്കിയിട്ടില്ല ആ കുട്ടിയെ. കല്യാണത്തിന് മുൻപ് ആ കുട്ടിയെ തെറ്റ് പറ്റി, ഒരു തെറ്റിൽ നിന്ന് നമ്മൾ ആ തെറ്റിൽ നിന്ന് തിരുത്തുകയാണ് വേണ്ടത്. തെറ്റിലേക്കല്ല പോകേണ്ടത്. പക്ഷെ അതല്ല ചെയ്തത്. ഇവിടെ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് നിന്നോട് ജീവിക്കാൻ താല്പര്യമില്ല, നീ വേണ്ട എനിക്ക് അവനോടൊപ്പം ജീവിച്ചാൽ മതി, അവൻ കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തണം എന്നാ ഇവിടെ എന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് ഇപ്പൊ കയറി വന്നത് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയോ? മാഡത്തിന് അവര് പറയുന്ന വെച്ചാൽ നീ നാളെ ഇവിടെ എത്തണം, അന്യ രാജ്യത്ത് ഇറങ്ങണം, ഞാൻ നാളെ ഇവിടെ എത്തണം എന്ന് വെച്ചാൽ നമ്മള് ട്രാൻസ്പോർട്ട് ബസ് കയറി വരണത് പോലെയാണോ? നീ നാളെ വന്നില്ലെങ്കിൽ നിന്റെ പേർക്ക് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതാണ് നല്ലത്? ഒരു മരുമകന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അവർ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് ഒരുപാട് തെറ്റുകളും ഒരുപാട് കുഴപ്പങ്ങളും അവരുടെ എന്റെ മക്കളെയോ എന്റെ ഭാര്യയോ ഞാൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറയാം, എടാ നീ എന്താ അങ്ങനെ ചെയ്തത് എന്നവർക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ. നിങ്ങൾ എന്ത് കേസ് കൊടുക്കാന്നാ പറഞ്ഞേ? മേഡം, കുഞ്ഞുങ്ങളായിരുന്നു നോക്കുക. ഇവളിങ്ങനെ വീട്ടിലില്ല, ഓടിക്കളയുക, രാത്രി ഇറങ്ങി പോവുക. അതെ, അതിന് ആര് നോക്കുമെന്ന് പറഞ്ഞാൽ അവളങ്ങ് പൊക്കോട്ടെ, നീ വന്ന് നോക്കടാന്ന് പറഞ്ഞ കേസ് കൊടുക്കും. എന്തോ പറഞ്ഞ കേസ് കൊടുക്കുന്നത്? കയറി വന്നില്ലെങ്കിൽ ഞങ്ങൾ എത്ര നാളുകൊണ്ട് വിളിക്കണം അവനെ. ഈ വഴക്ക് തുടങ്ങിയപ്പം തൊട്ട് മക്കളെ എവിടെ നിൽക്കണം, നീ ഇങ്ങനെ കയറി പോരെ, നമുക്ക് കുടുംബം. അയാള് ജീവിതത്തെ ജീവിക്കാൻ വേണ്ടിയല്ല എവിടെ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് നീങ്ങി പോരെ, നമുക്ക് അതൊന്നും വേണ്ട, നിനക്ക് ഇവിടെ നല്ല പണിയുണ്ടല്ലോ, നീങ്ങി പോരെ, നമുക്ക് കുടുംബമാണ് വലുത്. പണിയെടുത്ത് തരാം, ഇനി വാന്ന് ഇവനെ വിളിക്കുവാ ഞങ്ങള്. ഈ 3 മാസത്തിന് മുമ്പാണ് കള്ളേ പറയത്തുള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ സഹോദരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡേവിഡ് എന്ന് പറഞ്ഞ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് അച്ചാച്ച പൈസ അയക്കരുത്, പൈസ അനാവശ്യമായ രീതിയിൽ ഒരുപാട് പൈസ പോകുന്നു. ഞാൻ ചെന്തടാ ചേട്ടാ പൈസ അയക്കണ്ട, ഇന്നല്ലാതെ ഒന്നും ഇരിപ്പുണ്ട്, അവൾ ഇരിക്കുവാണ് എന്നെ വിളിച്ചത്, പൈസ അയക്കണ്ട, അത് മാത്രം ചേട്ടൻ പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്തടാ കുഴപ്പം? ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേർ എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ പിള്ളേർ എൻ്റെ ഭാര്യ ഇനി കഷ്ടപ്പെടരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്തതാണല്ല, വേറെ ഒന്നുമല്ല. അത്ര ഇനി പറ്റൂല മേഡം. കാരണം വെച്ചാൽ ഇനി വലിയ ബുദ്ധിമുട്ടാണ്.
ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ മേഡം അത് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡിസംബർ 30-ാം തീയതി അതിന് ഒരു മാസത്തിന് മുമ്പ് വരെ ഒരു പുരുഷനോടൊപ്പം ജീവിച്ച സ്ത്രീയാണ്. അരുൺ, ഒരു സെയിങ് ഉണ്ട്, ഒരു ഡിസിഷനും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുക്കരുത്. മേഡം ഇപ്പൊ അവളൊരു തെറ്റ് ചെയ്തു, ഈ സ്ഥാനത്ത് ഞാനാണ് ചെയ്തിരുന്നു എങ്കിൽ ചെയ്തത് തെറ്റാ. കാരണം ആ കുട്ടി ചെറുപ്പകാലത്തെ സമയം ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, ആ കുട്ടി ചെറുപ്പകാലത്തെ കുറച്ച് ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതിനുണ്ട്. അപ്പോൾ അത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പക്വത അതിന് ആയിട്ടില്ല. അപ്പം നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഇവരും സഡൻ ഡിസിഷൻ എടുക്കുക, അങ്ങനെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെയാണ് എല്ലാവരും ഓരോ തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞനുസരിച്ച് അരുണിന് കുറച്ച് പക്വതയും കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അരുണ് ഇപ്പോൾ ഇതേപോലെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കരുത്. കാരണം ഈ കുട്ടി അരുൺ 2.5 വർഷം പുറത്തായ സമയത്ത് അത് നാച്ചുറലാണ്. ഒരു മനുഷ്യരും ആണും പെണ്ണും ഒരുമിച്ച് ഇതേപോലെ ഇടപഴകുകയോ എടുക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു ഇത് വരും. കാരണം അതിന് സ്വന്തമായിട്ട് തീരുമാനം ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇത് അതിനില്ല. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് വെച്ചാൽ ഭക്ഷണവും വെള്ളം അതൊന്നും മാത്രമല്ലാണ്ട് ശാരീരികമായിട്ട് ഒരു നീഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഏജും അതാണ്. അങ്ങനെ തെറ്റ് ചെയ്തു. പൊതുവെ അങ്ങനെയല്ല. അങ്ങനെയല്ല, കഴിയും ഭർത്താവ് അവശനായിട്ട് കിടക്കുകയൊക്കെ ചെന്ന് എത്രയോ അങ്ങനെ അതൊരു തെറ്റ് ചെയ്തു, അത് സമ്മതിക്കുകയും ചെയ്തു. തെറ്റാണത്, നമ്മൾ അംഗീകരിക്കാത്ത തെറ്റ് തന്നെയാണത്. പക്ഷേ ഇപ്പൊ അതിന് മനസ്സും സ്നേഹം കൊടുത്താലേ എല്ലാം ശരിയാകുള്ളൂ. അപ്പോൾ സമയം കൊടുക്കുക. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ മാത്രമല്ല, 2 കുട്ടികളുടെ ഭാവിയും കൂടി ഉണ്ട് അതിൽ, ഇല്ലേ? ഇനി അത് തെറ്റ് തിരുത്തി അരുണിന്റെ കൂടെ തന്നെ താമസിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ ഇപ്പൊ തന്നെ ഇവര് പറഞ്ഞല്ലോ, ദേഷ്യം വരും അങ്ങനെ ഇങ്ങനെ. അപ്പൊ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസ് അതിന്റെ മനസ്സിൽ കിടക്കുന്നു. ആ കുട്ടികളുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര മുറിയുണ്ട്? 3 മുറി. 3 മുറിയുള്ളൊരു വീടല്ലേ? ആ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയായിട്ട് ഇതിപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അരുണിന്റെ ഭാഗത്ത് 100% ന്യായം എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. നിങ്ങൾ ഇത്രയും ക്ഷമയുള്ളൊരു പുരുഷനായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു മനസ്സുണ്ട്. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്തൊരു മനുഷ്യൻ, നിങ്ങൾ അങ്ങേറ്റം നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അതിൻ്റെ നന്മയെല്ലാം എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ വികറസായിട്ട് പെരുമാറുകയും കുറച്ച് ക്രൂവലായിട്ട് പെരുമാറുകയും ചെയ്യുന്നൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ചിലപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നന്മ ഞാൻ കണ്ടത്, ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു, മേഡം ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ എന്നല്ലാതെ അങ്ങനെയൊന്നുമല്ല. സ്വയം ന്യായീകരിക്കാൻ ഒത്തിരി കള്ളങ്ങൾ പറയും നമ്മൾ. അതൊന്നുമല്ല, ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ പറയുകയാണ്. ഇപ്പൊ അതിന്റെ പശ്ചാത്താപം എൻ്റെ മനസ്സിലുണ്ട്. അത് അരുണെന്നോ അയാളെന്നോ ഒരു വാക്ക് പോലും ആ കുട്ടിയോട് ഉച്ചരിച്ചിട്ടില്ല. അതിപ്പോഴും പറയുന്ന അച്ചാച്ചൻ തന്നെയാണ്. ഏതോ ബാക്കിയുള്ള അടുത്ത് പോയി പിന്നെ 2 പേരും കൂടെ ഒപ്പിട്ടു, ബാക്കിയുള്ള ഒന്നും അതിനെ അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റിയുള്ള സീരിയസ്നെസ് ഒന്നും അതിനെ അറിയില്ല. ഒപ്പിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്നല്ലേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രം പരിഗണിക്കും. ആ 2 കുഞ്ഞുങ്ങളെ പരിഗണിക്കാൻ ഒരു സ്ത്രീ വേണ്ടേ? അല്ല, എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2.5 വർഷം നിങ്ങൾ അവിടെയും അവരിവിടെയും താമസിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ കുട്ടികളെ കുറച്ച് നാൾ അങ്ങനെ നോക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവർ ആ വീട്ടിലുള്ളത് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്നു എന്ന് തോന്നിയാൽ അവരെവിടെയാ പോകുന്ന വെച്ചാൽ നല്ല രീതിയിൽ പറഞ്ഞു വിടും. മാഡം, ഈ 19-ാം തീയതി വരെ, ഈ മാസം 19-ാം തീയതി വരെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു വാട്സപ്പ് വഴി. ഈ 19-ാം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് അവ വാട്സപ്പ് ഓൺ ചെയ്യാത്തത്. എന്നുവെച്ചാൽ ഇവിടെ ഈ കേസ് വന്നു എന്നുള്ളത് അവൻ അറിഞ്ഞതിന് ശേഷം. അതുവരെ ഇവിടെ അയക്കുന്ന മെസ്സേജും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവ എടുത്ത് നോക്കാറുണ്ട്. അല്ല, കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം ഇയാള് പോവാൻ ട്രൈ ചെയ്തു. ഈ കുട്ടി കേസ് കൊടുത്തോണ്ടാണ് വീണ്ടും വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ അപ്പോഴേ തന്നെ ഇത് ഇനിയും വരും മേഡം. അതുപോലെ ഇനിയും സംഭവിക്കും. ഇല്ല, സംഭവിക്കില്ല. മേഡം, ഇവരെ വാക്ക് ഞാൻ ഒരിക്കലും ഇനി വിശ്വസിക്കില്ല. ജീവിതത്തിൽ ഇനി ഒരു കാര്യത്തിൽ ഇവരെ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇവരെ വാക്ക് പച്ചവെള്ളത്തിൽ എഴുതിയതുപോലെയാണ്. കാരണം അങ്ങനെയാണ്.
പറയും, പക്ഷെ പ്രവൃത്തിയിലില്ല, അത്രേ ഉള്ളൂ. ഇനി ഉണ്ടാവില്ലെന്ന്. ഇനി വേണ്ട, ഇനി ഒരിക്കലും പറ്റില്ല. അത് നിങ്ങൾ വേണ്ടി നിങ്ങൾ നമ്മളെ കൂട്ടിച്ചേർക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടി നിൽക്കണ്ട. അത് ഒരിക്കലും പറ്റാത്ത കേസാണ്. ഞങ്ങൾ രക്ഷകർത്താക്കളെ നിങ്ങൾ രക്ഷകർത്താക്കളെങ്കിൽ മോളിങ്ങനെ പോകില്ലായിരുന്നു. നേരത്തെ എന്നെ നേരാവണ്ണം നോക്കിയിരുന്നെങ്കിൽ മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന്. ഇനി ഉണ്ടാവില്ല. നിങ്ങൾ വാക്കാൽ വാക്കാലല്ല, അത് വേറെ. നിനക്കിപ്പോ ഇത് സാധിക്കില്ല, അത് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നീ തന്നെ പ്രശ്നക്കാരൻ. എങ്ങനെയെങ്കിലും നിങ്ങൾ സന്തോഷമായി പോകണം, 2 കുഞ്ഞുങ്ങളെ ഓർത്ത്. ഇപ്പൊ മേഡം പറഞ്ഞത് ഒരു വാസ്തവമായ ഒരു കാര്യമാണ്. 2 മക്കളെ ഓർത്ത് ഞാൻ അവിടെ നിന്ന് ഇവളോട് വിളിച്ച്, ഒരു തെറ്റ് ചെയ്യാത്ത ആരുമില്ല, നീ അത് വിട്, നമുക്ക് വന്നതും പോയതൊക്കെ കള, നമുക്ക് ഞാൻ വന്നിട്ടെ, ഞാൻ നാട്ടിൽ വന്നിട്ട് നമുക്ക് സംസാരിച്ച് ക്ലിയർ ആക്കാം. അത് കള. വീണ്ടും അവള് തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോകുന്നത്. ശ്രമിക്കാൻ ഇവന് ഒരു ബന്ധുക്കാരി പെണ്ണ് അവിടെ വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ ഈ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു, ബന്ധുക്കളെ എല്ലാം വിളിച്ചറിയിക്കുന്നു. അവളും കൂടെയാണ് കൊണ്ടുപോയത്. മറ്റുള്ളവരെ കുറ്റം പറയണ്ട, ഞാൻ ചെയ്തതിന് മറ്റുള്ളവരെ അതല്ല, ഇവള് ഒരിക്കൽ രാത്രി നവംബർ 23-ാം തീയതി ഇവള് ഇവന്റെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയി പ്രശ്നങ്ങളായി. ഡിസംബർ 23-ാം തീയതി, ക്രിസ്മസിന് 2 ദിവസത്തിന് മുമ്പ്. അപ്പോഴത്തേക്ക് അവളെ വിളിച്ച് ഇവരുടെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെ വിമി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്താണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വിളിച്ചവളെ, എന്താണ് പ്രശ്നം? അപ്പോൾ അവളെ, ചേട്ടാ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അവളിങ്ങനെ അവൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, ചേട്ടാ എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യും. ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇവിടെ നീ എന്നെ സംസാരിക്കണ്ട, വിളിക്കണ്ട, നിന്നോട് എനിക്ക് സംസാരിക്കാനില്ല, ഒരു കാര്യം നിന്നോട് സംസാരിക്കാനില്ല, ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എൻ്റെ ഓട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു കാര്യം, അവളെ കൊണ്ട് എങ്ങനെയും വീട്ടിൽ പോകും. രാത്രി 1 മണിക്ക് ആ വയലിക്കട ജംഗ്ഷൻ മുതൽ പാണമുള്ളവരെ ഇവിടെ നടന്ന ആ സമയത്ത് മണന്തല പോലീസാ രാത്രി കണ്ടു. ഇവിടെ എൻ്റെ സൗകര്യമായിട്ട് അങ്ങനെ പോലീസാ നേരെ കൊണ്ട് വീട്ടിലാക്കിയത്. അതൊക്കെ എനിക്ക് ഒരുപാട് നാണക്കേടുണ്ട് വേണം. എന്നുവെച്ചാൽ എന്നെ അറിഞ്ഞൂടാത്ത ഒരു വലിയ ചുരുക്കം അവിടെ. എന്നുവെച്ചാൽ എല്ലാവരുമായിട്ട് നല്ല സഹകരണമുള്ളതാണ് ഞാൻ. അതൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായില്ലേ? അരുൺ ശരിയാണ്. അന്നാ ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും സീരിയസ് ആയത് ഞാൻ അറിയുന്നത്. എല്ലാം അറിയുന്നത് ഇപ്പം കഴിഞ്ഞ മാസം വരെ, 1 മാസത്തിന് മുമ്പ് വരെ. ഇപ്പൊ അവൻ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ശരി, അവൻ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു അടുപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവരെ ഒരു ടൂറിന് പോയ പരിചയമുള്ളൂ. അവരുടെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സഹായിക്കാൻ പോയി. അല്ലാതെ ഇവരെ ചുമക്കാനോ ഇതിന്റെ കാര്യമൊന്നും എന്റെ തലയിൽ വെക്കുമെന്നും വേണ്ട. ഇവര് അയാളുടെ നിലപാട് പറയുകയാണ്. അയാൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. സഹായിക്കണമെന്ന് പറഞ്ഞ സഹായിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു വെച്ച് ഞാൻ നിന്റെ തലയിൽ ചുമക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടുകാർ വേറെ കല്യാണം ആലോചിച്ചോണ്ടിരിക്കാൻ കെട്ടി ഞാൻ പോവും, അത്രേ അയാൾ പറയുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ 1 മാസത്തിന് മുൻപ് വരെ അങ്ങനെ ഒരാളുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നല്ലോ അവൾക്ക് എന്ന് പറഞ്ഞു. ശരി, വേണ്ട, ഒരു 6 മാസത്തിന് മുമ്പേ അടുപ്പം നിർത്തിയിരുന്നെങ്കിൽ അരുൺ ക്ഷമിക്കുമായിരുന്നു? ഇല്ല മേഡം, ഞാൻ അപ്പോഴൊന്നും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ വ്യക്തമായിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. വ്യക്തമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കുമായിരുന്നു? തീർച്ചയായിട്ടും. വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ടാണോ ക്ഷമിക്കുന്നത്? അപ്പൊ അറിയാതെ നടത്താമെന്നാണോ പറയുന്നത്? എന്നുവെച്ചാൽ ഇവള് കാര്യം എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ഇവള് പറയാതിരുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം അവിടെ തീരും. എന്നുവെച്ചാൽ ഞാൻ അറിയില്ല. അപ്പൊ അത് ഞാൻ അറിയില്ല. പക്ഷെ അവൾ എന്നോട് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഈ ലോകത്ത് പാടില്ല എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? നിങ്ങൾ അറിയാതെ നിങ്ങളെ കാണുമ്പോ അയ്യോ അങ്ങനെയൊന്നും അല്ല, അവരൊക്കെ പറയുന്ന കള്ളവാണെന്ന് എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എന്നെ ചതിക്കാൻ അവൾക്ക് താല്പര്യമില്ല. ഞാൻ ചതിയിലായി പോകരുത്. ആ കുട്ടി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഇതുവരെ സംസാരിക്കുന്നുള്ളൂ. ആരും ആ ഒരു ക്വാളിറ്റി നിങ്ങൾ അംഗീകരിക്കണം. അയ്യോ അങ്ങനെയൊന്നും അല്ലേട്ടാ, വെറുതെ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ആയിപ്പോയി, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധമേ ഞങ്ങൾ തമ്മിലില്ല എന്ന് പറയുന്നവരെയാണ് നമ്മൾ പലരും കാണുന്നത്. ഇതിപ്പോ അത് സത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചത് ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റാണ്. ഒരിക്കലും എനിക്ക് അച്ചാച്ചനെ എനിക്ക് വഞ്ചിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ദൈവത്തിന് നിരക്കാത്തൊരു ഇതായിപ്പോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേഷനിൽ പോയിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ച് ഞാൻ അടി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അപ്പോൾ ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് അരുൺ ഇതിനെ പറ്റി ചിന്തിക്കണം. ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. സാർ, അരുൺ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അരുൺ എന്ത് ചെയ്യും? അരുണും സംഭവിക്കരുത്. ഇല്ല, തീർച്ചയായിട്ടും അരുണും സംഭവിക്കും. പക്ഷെ അരുണ് സംഭവിച്ച അരുൺ ഒരിക്കലും പറയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഇപ്പം ഇവിടെ വ്യക്തം വെച്ചത്, അരുൺ ഇങ്ങനെ സംഭവിച്ച അരുൺ ഒരിക്കലും ഈ ഭാര്യയോട് പറയില്ലായിരുന്നു, രഹസ്യമായിട്ട് വെക്കുമായിരുന്നു. അല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലൊരു കുട്ടിയെ അരുണിന് കിട്ടത്തില്ല. തുറന്ന് പറഞ്ഞു നിങ്ങളോട് കാര്യങ്ങൾ. അവർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, ഈ കുട്ടിക്ക് പറയേണ്ട കാര്യം. ഇപ്പോഴും ഇവിടെ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഈ കുട്ടി ഇവിടെ സംസാരിച്ചിരുന്നു. അപ്പോഴും പറഞ്ഞു എനിക്ക് എൻ്റെ അച്ചാച്ചൻ, ഞാൻ പലപ്പോഴും ഈ കുട്ടിയോട് ചോദിച്ചു വേണ്ട ഇത് വേണ്ട. അപ്പോൾ കുട്ടി അല്ലല്ല എനിക്ക് വേണം ഡൈവോഴ്സ്, കാരണം എൻ്റെ ഭർത്താവിനെ ചതിക്കാൻ പാടില്ല. അതാ പറഞ്ഞത്. നിങ്ങളോട് രക്ഷിക്കണമെന്നല്ല, നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വേറെ വിവാഹം കഴിക്കുക. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾ വേറെ വിവാഹം കഴിക്കാനാണ് ഈ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് ഇപ്പോഴത്തെ കാര്യം. നാളെ അങ്ങനെയൊന്നും പറയാം. നിങ്ങൾ ചെറുപ്പക്കാരനാണ്. എത്ര വയസ്സുണ്ട് അരുണ്? 40. ഓ, കണ്ടല്ലെന്ന് തോന്നത്തില്ല കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട്. അപ്പം നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിരിക്കും, അല്ലേ? എങ്ങനെയാവും?
ഈ കുട്ടികളെ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് രണ്ടാനമ്മ എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. അന്ന് നിങ്ങൾക്ക് ഇതുപോലെ ശബ്ദം കാണത്തില്ല. നിങ്ങളുടെ ഭാര്യ പറയുന്ന കുറേയൊക്കെ കേട്ടേ പോകും. അവർക്കൊരു കുട്ടി ഉണ്ടായാൽ, നിങ്ങളിൽ നിന്ന് എന്തായാലും അവർക്കൊരു കുട്ടി ഉണ്ടാവാതെ ഇങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ ശബ്ദം ഇത്രയും കാണില്ല. നിങ്ങളുടെ മുമ്പിലിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ വിഷമിപ്പിക്കും. ഉണ്ടാവും. നിങ്ങൾക്ക് അനങ്ങാനൊക്കത്തില്ല. പിന്നെ ഇതുപോലൊരു കുട്ടി എങ്ങനെയും ഇനി നിങ്ങൾക്ക് കിട്ടാനും പോകുന്നത് ഇത് എങ്ങനെ സത്യസന്ധതയുടെ ഇതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതൊരിക്കലും വളരെ വളരെ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ വളരെ വളരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കുട്ടിയെ എന്ന് വേണം എനിക്ക് വ്യക്തമായിട്ട് ഈ പബ്ലിക്കായിട്ട് പറയാൻ കഴിയും. ഒരു കുട്ടിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സത്യസന്ധ ഇവിടെ ഇരുന്നുകൊണ്ട് പോലും നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ ഈ കുട്ടിയെ ഇട്ടിട്ട് ഏത് ഭൂലോകത്ത് എവിടെ വേണേൽ പൊയ്ക്കോ, വിശ്വസിക്കാൻ പറ്റുന്ന ഏക കുട്ടി ഇത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ കുട്ടിയും നിങ്ങളോട് പറയുമ്പോൾ ചിരിച്ചു കാണിക്കും, ഞാൻ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ അവരോട് സാമാന്യം ഇതിപ്പോൾ പറഞ്ഞിട്ടില്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങൾ പറഞ്ഞില്ലേ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലായിക്കൂടെ? നിങ്ങൾക്ക് ഇതിനെ മനഃപൂർവ്വം അയാൾ ചതിക്കുകയായിരുന്നു. ആര്? മറ്റേ ഇടയ്ക്ക്. ഇവിടെ ആരും കുറ്റക്കാരല്ല, അയാൾ മാത്രമേ ഉള്ളൂ കുറ്റക്കാരൻ. പിന്നെ കുറച്ച് കുറ്റം ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന അമ്മ അച്ഛനേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇവിടെ വെച്ച് പറയാം, വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കുകയാണ്. അല്ലാതെ ഈ കുട്ടിയല്ല. ഇതുപോലെ പതിവൃതയായ ഒരു കുട്ടിയെ കിട്ടില്ല ഇനി നിങ്ങൾക്ക്. നിങ്ങൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് മാനസികമായ അത് മറക്കാനൊക്കത്തില്ല എന്നൊക്കെ എനിക്കും അറിയാം. ഞാനൊരു പുരുഷനാണ്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി അവിടെ താമസിക്കട്ടെ. നിങ്ങൾ ചിലവിന് കൊടുക്കുക, കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുക. കുട്ടികളെ ഇവിടെ അല്ലാതെ വേറെ ആരെ ഏൽപ്പിക്കാൻ നിങ്ങൾ നോക്കും. ആരെ ഏൽപ്പിച്ചാലും ഇതുപോലെ കുട്ടികളെ നോക്കത്തില്ല. എന്റെ അതില് ആരെ ഏൽപ്പിക്കാനും ഇവരെ ഏൽപ്പിക്കാം. ഇവരെ മാത്രമേ ഏൽപ്പിക്കാൻ നോക്കൂ. അല്ല, അമ്മ നോക്കുമ്പോൾ അതെ അതെ. അപ്പൊ ഇനി ആ കുട്ടികളെ നോക്കാൻ ഒരു കുട്ടികൾ നിങ്ങളുടെ ഭാര്യയായിട്ടല്ല കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ എത്ര ഇടത്തുണ്ട്. കുട്ടികളെ നോക്കാനായിട്ട് വെക്കുക. നിങ്ങൾ പറയാം അങ്ങനെ പറ്റുമോ സാർ? നിങ്ങളിപ്പോൾ ആ രീതി കുട്ടിയെ കാണണ്ട, നിങ്ങളുടെ ഭാര്യയായിട്ടും കാണണ്ട. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മ വേണമല്ലോ. ആ അമ്മയായിട്ട് അവിടെ നിന്നോട്ടെ. നിങ്ങൾ തൽക്കാലമായിട്ട് അത് പറയുന്നത് കേൾക്കൂ. നിങ്ങൾ തൽക്കാലമായിട്ട് അങ്ങനെ ഒരു ബന്ധം വേണ്ട. കുട്ടികളെ നോക്കാനായിട്ട് അവിടെ ഇരിക്കട്ടെ, കുറച്ച് കാലം അങ്ങനെ നീങ്ങട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ബന്ധം ഒക്കത്തില്ല. ശരി, എനിക്കും അറിയാതെ. നിങ്ങൾ തിരിച്ച് വീണ്ടും പൊയ്ക്കോളൂ, പൈസ ഉണ്ടാക്കാൻ മസ്കറ്റ് പൊയ്ക്കോളൂ. കുട്ടികൾക്ക് അമ്മയാണ് വേണമല്ലോ. കുട്ടികളുടെ ചിലവിന് വേണ്ടി കാശ് നിങ്ങളുടെ കണക്കുണ്ട്. കുട്ടികൾക്ക് കണക്കുപരമായിട്ട് നിങ്ങളും കുറേ അതിന് അറിവില്ലാത്ത ഒരുപാട് ആ കുട്ടി ചതിച്ചു. ATM കാർഡ് ഉപയോഗിച്ച് കണ്ടു ആലോചിച്ച് നോക്കി. അവസാന കാലത്ത് അത് അറിയുന്നു. അത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ 5 പൈസ അയക്കത്തില്ലായിരുന്നു. പിന്നീട് അറിഞ്ഞത് കാര്യങ്ങളൊക്കെ. അങ്ങനെ പറ്റിയ അബദ്ധമാണ്. നിങ്ങൾ വലിയ അച്ഛനായിട്ട് പറഞ്ഞല്ലോ എന്നോട് 2 പെൺമക്കളുണ്ടെന്ന് എനിക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇനി വിവാഹത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിക്കണ്ടേ? അവരെ വലുതാക്കണ്ടേ? ഇവരല്ലാതെ വേറെ ഏത് പെണ്ണുങ്ങൾ ശരിക്കും നോക്കും? ആരും നോക്കത്തില്ല. ഇവർ ശരിക്കും നോക്കും. കാരണം ഇവർക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളെ വളരെ സ്ട്രിക്റ്റായിട്ട് നല്ല നിലയെ വളർത്തിക്കൊണ്ട് വരാൻ ഏക പറ്റിയ സ്ത്രീ ലോകത്ത് ഇവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളെ നോക്കാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നു, കുട്ടികളെ നോക്കാൻ. നിങ്ങൾക്ക് ഭാര്യയ്ക്കല്ല, കുട്ടികൾ. നിങ്ങൾ അവിടെ താമസിച്ചു എത്രയോ എടുത്തുണ്ട്. ഭാര്യയും ഭർത്താക്കന്മാർ യാതൊരു ബന്ധമില്ലാതെ താമസിക്കുന്നവർ എത്രയോ എടുത്തു, ഇഷ്ടം പോലെ ഉണ്ട്. അവർ ഗൾഫിലായിരിക്കും, നാട്ടിലാണെങ്കിൽ പോലും രണ്ട് റൂമിൽ താമസിക്കുന്നവർ എത്രയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയാം. ഇവർ രണ്ടുപേരും കാണാൻ പറ്റാത്ത അത്ര നിങ്ങൾ കാണണ്ട. അദ്ദേഹം അരുൺ പറയുന്നത് മറ്റേ ആ പയ്യനും അത് കാണാൻ പറ്റാത്ത അത്ര ബന്ധമാണ്. പോയാലും സാർ വിമിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും ആ ബന്ധം ഇനി ഉണ്ടാവും. തീർച്ചയായിട്ടും അവൻ വേണ്ടാന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ വിമിയാണ് ഡിസിഷൻ എടുക്കുന്നത്. ചിലപ്പോ വന്നാൽ ഞാൻ സംസാരിക്കും. ആ ഒരു ബന്ധം ഉള്ളിടത്തോളം കുടുംബം നേരെ പോകും, ഒരിക്കലും പോവില്ല. ഇല്ല, ഞാൻ പോയി സംസാരിച്ചിരുന്നു. അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് വരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ പറഞ്ഞു സ്ത്രീധനം തന്നാ നീ വന്നോ, സ്ത്രീധനം തന്നിട്ട് നീ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഞാനുമായിട്ട് സംസാരമായി. അപ്പോഴത്തേക്ക് അമ്മ വിളിച്ച് സംസാരിച്ച്, അവിടെ വിളിച്ച് സംസാരിച്ചു. 1 മണിക്കൂർ വരെ സംസാരിച്ച്. അമ്മ സംസാരിക്കുമ്പോൾ അവന്റെ മാമന്റെ ഭാര്യ ആ വീട്ടിലുള്ള അവരെൻ്റെ അടുത്ത് സംസാരിച്ച്. അവർ സംസാരിച്ചു, നിന്റെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. നിന്റെ അമ്മയാണ് പറഞ്ഞത് ഒരു കാരണവശാലും മനുവിനെയും കുനുവിനായിട്ട് ഒരുമിച്ച് വിടരുത്, അവനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുക, ഒരു കാരണവശാലും ഒരുമിച്ച് വിടരുത്, അവനെ മാറ്റുക. അതവരുടെ കടമ അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരുമിച്ച് ഒരിക്കലും സമ്മതിക്കരുത് എന്ന് അവിടെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് അമ്മേനോട് ദേഷ്യം? അല്ല, അതുകൊണ്ടല്ല ഒരിക്കലും അതുകൊണ്ടല്ല. അതിപ്പോഴല്ലേ അമ്മ പറഞ്ഞത്. അപ്പൊ ഇപ്പോ അല്ല, ഈ കുട്ടി വീണ്ടും അങ്ങോട്ട് അയാൾ വന്ന് വീണ്ടും വിളിക്കോ സംസാരിക്കോ ചെയ്താൽ പോവും. അപ്പൊ നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം സാർ. ഇനി സംസാരിച്ചിട്ട് സമയം കളയണ്ട. കുറച്ചും കൂടെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. സാർ എന്ത് പറയുന്നു സാർ ഇതിനകത്ത്? എനിക്ക് ಊರ್ವಶಿ ಮಾಡು
അഡ്വക്കേറ്റ് അനിൽകുമാറും സംസാരിച്ചതിൻ്റെ തുടർച്ച. ആ സംഭവിച്ചതിൽ മനു എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധുവാണ് അല്ലേ? ആണല്ലോ. അരുൺകുമാറും നിങ്ങളുടെ ബന്ധുവാണ് അല്ലേ? അപ്പൊ ഈ ബന്ധുക്കൾ തമ്മിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ എത്രയും വലിപ്പപ്പെടുത്താമോ, എത്രയും പ്രശ്നം ഉണ്ടാക്കാമോ, എങ്ങനെയൊക്കെ തകർക്കാമോ അത് തകർത്തതിൻ്റെ പ്രധാന ഉത്തരവാദികൾ എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കളെന്ന് ഞാൻ പറയുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചോ. ഇപ്പോഴും അവർ തമ്മിൽ സ്നേഹമുണ്ട്, ഇപ്പോഴും സ്നേഹമുണ്ട്. അവർ രണ്ടും ഒരുപോലെ നിങ്ങളെയാണ് എതിർക്കുന്നത്, പ്രത്യേകിച്ച് മാതാവിനെയാണ് എതിർക്കുന്നത്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം കുടുംബം ശ്രേഷ്ഠമാണേലേ. നിങ്ങൾ വളർത്തുകുട്ടികളെന്ന് പറഞ്ഞു, സുവിശേഷം പറയുന്നു, നല്ല വിശേഷങ്ങൾ പറയുന്നത് നിങ്ങൾ സമൂഹത്തിനോടാണ്, പക്ഷേ നിങ്ങളുടെ കുട്ടികളോടായിരുന്നു അത് പറയേണ്ടത്. അത് പറയാൻ നിങ്ങൾ വൈകി, ഇപ്പോഴേ കുറ്റപ്പെടുത്തുക. ഈ മനു എന്ന് പറയുന്ന കഥാപാത്രം യാദൃശ്യമായ ഒരു സാഹചര്യത്തിൻ്റെ പ്രഷറിൽ അവരുടെ ചുറ്റുപാടുകളിൽ മനുവുമായിട്ട് അടുത്തു. ശരി തന്നെ, അതവർ സമ്മതിച്ചു, അത് നിങ്ങളെ അറിയിച്ചു അല്ലേ? അറിയിച്ചു, തീർച്ചയായിട്ടും അറിയിച്ചല്ലേ? അറിയിച്ചു. അപ്പോൾ അവരൊരു വഞ്ചനാ ഹൃദയമുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അറിയിക്കരുത്. ഏതോ ഒരു സാഹചര്യത്തിൽ അറിയിച്ചു, എനിക്ക് തെറ്റുപറ്റി, ആ വാക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് പറ്റി എന്നുള്ളത് കൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ അറിയിച്ചത്. ആ ഭർത്താവിനെ അറിയിച്ചപ്പോൾ നിങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ക്ഷമിക്കാൻ തയ്യാറായി അല്ലേ? പക്ഷെ ആ ക്ഷമിക്കാൻ തയ്യാറായ സമയത്ത് അതിനെ വഷളാക്കാൻ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യമല്ലേ? അതാണ് സത്യം. കാരണം പക്ഷേ അതാണ് പറയുന്നത്, ജീവിക്കേണ്ടത് നിങ്ങൾ രണ്ടുമാണ്, മറ്റാരുമല്ല. ഈ ലോകത്ത് ജീവിക്കേണ്ടത് നിങ്ങൾ രണ്ടുമാണ്, നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ അരുൺകുമാർ വരുന്നതിന് മുമ്പേ ഞാൻ വിമ്മിയോട് സംസാരിച്ചപ്പം അരുൺകുമാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ കൂടെ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പം അവരുടെ മൗനമായിരുന്നു. മൗനം എന്ന് വെച്ചാൽ ഒരു സമ്മതമാണ്. ഇതെത്രയോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ അവർക്ക് തെറ്റുപറ്റി, വൈകിട്ടില്ല, തെറ്റുപറ്റാത്ത ആരുമില്ല. നിങ്ങൾ ഇനിയും ഇവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അവരോട് ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടും കൂടെ അങ്ങ് യോജിക്കരുതോ? സിമ്പിളായിട്ട് ചോദിക്കോ, ഒരാത്മാവിൽ ചോദിക്കരുതോ? ഭാര്യയായിട്ട് തന്നെ, അല്ലാതെ വളർത്തുന്ന ഇവർ പറഞ്ഞതിനപ്പുറത്തായിട്ട് സ്വന്തം ഭാര്യയായിട്ട് തന്നെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ നിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ശ്രേഷ്ഠമായി നിങ്ങളുടെ കുട്ടികളെ വളർത്തി അവരെ ഇനിയും മനുവായിട്ട് ബന്ധപ്പെടുത്തില്ല. ഇവർ ജീവിതത്തിൽ മനുവായിട്ട് ബന്ധപ്പെടുത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ലക്ഷക്കണക്കിന് രൂപ നിങ്ങളെ കളിപ്പിച്ച ഒരു പുരുഷനാണ് മനു. അന്നോ ഭർത്താവ് അയച്ചു തന്നത് നിങ്ങൾ ATM കാർഡ് കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ കളിപ്പിച്ച ഒരുത്തനാണ്. ശരിയാണോ? ശരിയാണ്. അവൻ എത്ര സ്നേഹിച്ചു വന്നാലും ഇനി നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങളെ കളിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒരു സ്നേഹമുള്ള ഒരുത്തരാണ് നിങ്ങളെ കളിപ്പിക്കുമോ? അതിൽ കൂടിയല്ലേ നിങ്ങൾ ഭർത്താവിനെ തെറ്റിദ്ധരിക്കപ്പെട്ട് അയാൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെയും കുട്ടികളെയും പരിഗണിക്കുന്നില്ല. അതേ സമയത്ത് അയാൾ അധ്വാനിച്ചിട്ട് അവിടുന്ന് പണം അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവൻ്റെ ATM കാർഡ് കൊടുത്തത് തന്നെ തെറ്റ്. പക്ഷേ സ്നേഹത്തിൻ്റെയോ പ്രേമത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൊടുത്തെങ്കിൽ നിങ്ങളെ ചതിക്കുമായിരുന്നു. ശരിയാണോ? അങ്ങനെ ഒരുത്തനെ ഇനിയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ, അവൻ വന്നാൽ സ്നേഹിക്കാൻ കഴിയുമോ? സാറ് പറഞ്ഞതും കേട്ടല്ലോ. ഇത്രയും ഒരു നിറയുള്ള ഒരുത്തനാണെങ്കിൽ ഒരു കുടുംബത്തിനകത്ത് കയറി ഈ കന്നന്തിരിവ് കാണിക്കത്തില്ല അല്ലേ? ഒരിക്കലും കാണിക്കില്ല. ഒരു ഇത്തിരി നിറയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവൻ ദൂര സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്, എന്നെ വിശ്വസിച്ചാണ്, എന്തെങ്കിലും സഹായിക്കൂ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. ആ മാന്യത പാലിക്കണം. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് കൂടുതൽ അടുപ്പം പ്രകടിപ്പിച്ചാൽ ശരിയല്ല കേട്ടോ, അത് ശരിയായിട്ട രീതിയല്ല. നിങ്ങളൊരു കുടുംബിനിയാണ്, 2 മക്കളുണ്ട് എന്ന് പറഞ്ഞ് മാറേണ്ടവനാണ് മര്യാദയുള്ള ഒരുത്തൻ. ആ മര്യാദയോ പാലിച്ചില്ല. പിന്നെ അയാൾ അവിടുന്ന് അയക്കുന്ന പൈസ മുഴുവൻ എടുത്ത് തൂർത്തടിച്ച് ആഡംബരമായിട്ട് ജീവിച്ച് ഇപ്പം അയാൾ പറയുന്ന ഭാഷ ഇപ്പം ഇവരോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞ ഭാഷ അനുസരിച്ച് അതിനെയൊന്നും എൻ്റെ തലയിലൊന്നും കെട്ടിവെക്കാൻ പറ്റത്തില്ല. അതെന്ന് ഞാൻ ആ രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ കൂടെ ഇനി വന്ന് വിളിച്ചാൽ ഞാൻ സംസാരിക്കും, ഞാൻ പോവും എന്ന് പറയുന്നത് അത് വിമ്മി, എനിക്ക് തോന്നുന്നു അത് വിമ്മിയെ കൊണ്ടത് സാധിക്കുമോ വിമ്മി? സാധിക്കും മാഡം, സാധിക്കും. എന്ത് പറയുന്നു വിമ്മി? പോ
അപ്പൊ ഇതിവിടെ അവസാനിപ്പിക്കാം സാർ, ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയൊന്നും പറയാനില്ല, ഇനിയൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തുന്നത് എത്ര വരെയുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിയും. അതിന്റെ കാരണം ഇത്രയും നല്ലവനായിട്ടുള്ള ഒരു ഭർത്താവിനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, 2 കുഞ്ഞുങ്ങളെ. മനസ്സിലായില്ലേ? ഈ സൗന്ദര്യവും ആരോഗ്യവും ഇതെല്ലാം എക്കാലവും നിലനിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. ഇത് കഴിഞ്ഞങ്ങോട്ടൊരു ജരാനരയും ആരോഗ്യക്കേടും പ്രശ്നങ്ങളും ഒക്കെ വരും. അന്നേ നമ്മൾ തിരിച്ചറിയുള്ളൂ. അത് നിങ്ങൾക്ക് അധികം വൈകാതെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. വളരെ ദുഃഖമുണ്ട്. ആ പെൺകുട്ടികളെ വളരെ സൂക്ഷിച്ച് വളർത്തുക അരുൺ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെല്ലാം പറഞ്ഞു രണ്ടാനമ്മയായിട്ട് വരുന്നവർ അങ്ങനെയാവും ഇങ്ങനെയാവും. ഒന്നുമല്ല. ആ കുഞ്ഞുങ്ങൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ അവരെ വളർത്താൻ നല്ലൊരു സ്ത്രീയെ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ചെറുപ്പമൊന്നും നിങ്ങൾ നശിപ്പിക്കണ്ട. ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു കഥയുടെയെന്നോ അല്ലെങ്കിൽ ഈ കേസിൻ്റെയെന്നോ അവസാനത്തിൽ ഞങ്ങൾക്ക് ജഡ്ജിങ് പാനലടക്കം ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമമുണ്ട്. കാരണം ഒന്നിച്ച് യോജിച്ച് പോകാൻ പറ്റുന്ന നല്ല ഒരു ചെറുപ്പക്കാരനും നല്ലൊരു പെൺകുട്ടി വെറുതെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കുട്ടി ജീവിതം നശിപ്പിക്കുകയാണ്. അതിന് ഞങ്ങൾ എത്ര എടുത്തു പറഞ്ഞിട്ടും ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അത് പ്രസവിച്ച ആ 2 പെൺകുഞ്ഞുങ്ങൾ അതുങ്ങൾ നന്നായി ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അതുപോലെ അരുണിൻ്റെ ജീവിതം ഇനിയെങ്കിലും സന്തോഷകരമാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ഒന്നും പറയാനില്ല. നമസ്കാരം. ഈ ഹോട്ടലിന് വേണ്ടി ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് പോയി എനിക്ക് കിട്ടിയ പേരെന്നാണെന്നറിയോ? ഞാനൊരു വേശ്യാവൃത്തിക്ക് പോകുന്നു എന്നാണ് ഇവരെ അമ്മയും കൂടെ പറഞ്ഞത്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് എൻ്റെ ചേച്ചി എന്നെ കുളിപ്പിക്കുകയും കുടിപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ആ ചേച്ചിനെ ഒരു ദിവസവും ഇല്ലാണ്ട് ഇവർ ചീത്ത പറയും. അവരുടെ ഭർത്താവിന്റെ തലയിൽ ഒരു വിറയത്തിരുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവർ കുടിച്ചു. അല്ല, അത് വേറെ ഒരു വിഷയം. ചേച്ചിയെ പോലെ നീ ആവരുതെന്ന് ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ചേച്ചിനെ ഞാൻ കുറ്റമൊന്നും പറയാറില്ല. ആ പെണ്ണിന്റെ അമ്മേനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്റെ കെട്ടോന് ഞാൻ അവിടെ കയറ്റി വേണ്ടി നിങ്ങളെ ഞാൻ കോടതി കയറ്റുന്നു. കോടതി കയറ്റുന്നു പറഞ്ഞാൽ അവര് വിളിച്ച മകനോട് പറഞ്ഞിട്ട് അച്ഛാത്തിന് ഇനി ഈ കാര്യം ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ ഈ വീട്ടിലേക്ക് കടന്നു പോയത്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദിവസം പോലും ഒരു സ്വസ്ഥതയും സമാധാനത്തിനും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. പുള്ളി ഏത് കാലം നോക്കുമ്പോൾ പുള്ളി പ്രശ്നങ്ങളാണ്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.